السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് ബഷീർ സലഫി പൂളപ്പൊയിൽ ആണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു 2-2.5-3 വർഷമായി വ്യാപകമായി ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുരുപദിഷ്ടമായ പ്രചാര വേലകൾക്ക് മറുപടി പറയുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു വോയിസ് തയ്യാറാക്കി അയക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള നിയാഫ് ബിൻ ഖാലിദ്, മുഹ്സിൻ ഐദീദ്, സാജിദ് ബിൻ ഷരീഫ് തുടങ്ങിയിട്ടുള്ള യുവ ദാഇമാർ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അവരെ അനുയായികൾ മുഖേനയാണ് എനിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളാണ് ഇവർക്ക് പറയാനുള്ളത്. ഒന്ന്, ഞാൻ കാഫറുകളോട് വലാവ് പുലർത്തുന്നവനാണ്, കാഫറുകളെ പുകഴ്ത്തിക്കൊണ്ട് കവിത പാടുന്നവനാണ്, അതുകൊണ്ട് ഞാൻ കൊള്ളരുതാത്തവനാണ് എന്ന നിലയിലാണ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവരും ഇവരുടെ അനുയായികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, ഞാൻ ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അനുകൂലിച്ച് സംസാരിച്ച ഒരാളാണ് എന്ന നിലയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത് പറഞ്ഞിട്ടുള്ള ആരോപണത്തിന് ആണ് ഞാനിവിടെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? ഞാൻ കാഫറിനെ പുകഴ്ത്തി, കാഫിറായ മനുഷ്യനെ പുകഴ്ത്തി, അത് കാഫറിനോട് വലാവ് പുലർത്തലാണ്, അത് ഇസ്ലാമിക അഖീദക്ക് നിരക്കാത്ത കാര്യമാണ്, അതുകൊണ്ട് ബഷീർ സലഫി കൊള്ളരുതാത്തവനാണ് എന്നതാണ് പ്രചരണം. ഇങ്ങനെ ഒരു ആരോപണത്തിന് കാരണമായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ചാൽ, ഞാൻ എഴുതിയിട്ടുള്ളൊരു കവിതയാണ് അതിലുള്ള വിഷയം. അതായത് 6/2/2023 ആണ് ഈ കവിത പ്രസിദ്ധീകരിച്ചത്. സോഷ്യൽ മീഡിയ പ്രസിദ്ധീകരിച്ചാണ്. അറബിയിലുള്ള കവിതയാണ്. ആ കവിതയിൽ പറയുന്നത്, ഖുദ്ദാമയ്യ രാഹുൽജി, രാഹുൽ അങ്ങ് ധീരമായി മുന്നോട്ട് പോയിക്കൊള്ളുക എന്നാണ് അതിന്റെ ഹെഡിങ്. അതായത് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര സംഘടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യ മുഴുവനും അദ്ദേഹം സഞ്ചരിച്ചു. ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രയിൽ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു അറബിയിലുള്ള കവിതയാക്കി രൂപീകരിച്ചു എന്നതല്ലാത്ത മറ്റൊരു വിഷയവും അതിനകത്തില്ല. അതിനെയാണ് കാഫറിനെ പുകഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നാട് നീളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആരെയെങ്കിലും പുകഴ്ത്തണമെന്നോ ഇകഴ്ത്തണമെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോത്സാഹനം കൊടുത്തു എന്നുള്ളതാണ്. ആ കവിതയിൽ ഒരു പ്രോത്സാഹനമുണ്ട്. അങ്ങ് ഇനിയും താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകണം എന്നൊരാശയമാണ് അതിലുള്ളത്. ആ കവിത കംപ്ലീറ്റ് ചെയ്യാണ്ട് വായിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഈ കവിതയെ പശ്ചാത്തലത്തിലാണ് ഇവര് ഈ പ്രചാരണം നടത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മാന്യതയുള്ള മര്യാദയുള്ള വ്യക്തിയാണ് എങ്കിൽ, ഇസ്ലാമിനോട് കൂറുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, എന്നോട് നസീഹത്തുള്ള ഒരാളാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കവിതയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളത് തിരുത്തണം എന്ന് എന്നോട് ആവശ്യപ്പെടലാണ്. അപ്പൊ എന്നോട് ആവശ്യപ്പെടാതെ നാട് നീളെ ആളുകൾക്കിടയിൽ ഈ പ്രചാരണം നടത്തുന്നത് എന്നെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഗൂഢതന്ത്രമല്ലാതെ യാതൊരു നസീഹത്തും ഈ പറഞ്ഞ ആളുകൾക്ക് അതുവഴി ഇല്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരിക. ഞാൻ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി എന്ന് തന്നെ വെക്കുക. അതിലെന്താണ്? അതിലൊരു പുകഴ്ത്തലുമില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള വലാവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും അതിലില്ല. ഖുർആൻ വിലക്കിയിട്ടുള്ള വലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലാവ്, ആത്മബന്ധം എന്ന് പറയുന്നത് ആരോടായിരിക്കണം? ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സക്കാത്ത വഹും റാഖിഊൻ. തീർച്ചയായും നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അതേപോലെ തന്നെ നിസ്കരിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും റുക്കൂ ചെയ്യുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുമാകുന്നു. അവർ മാത്രമാകുന്നു നിങ്ങളുടെ ആത്മമിത്രം. അങ്ങനെ ആത്മമിത്രങ്ങളാക്കാനേ പറ്റൂ. ഒരു വിശ്വാസിക്ക്, ശരിയായ വിശ്വാസിയെ മാത്രമേ ആത്മമിത്രങ്ങളാക്കി വലിയാക്കി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം അത് ഇസ്ലാമിക അഖീദയുടെ ഭാഗമാണ് എന്നും അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് എന്റെ ശബ്ദത്തിലോ എന്റെ കവിതയിലോ എന്റെ സംസാരത്തിലോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നൊരു സത്യമായ സംഗതിയാണ്. ഈ പറഞ്ഞിട്ടുള്ള കവിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇസ്ലാമിന്റെ വലാവുമായി ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല. ഇസ്ലാമിൽ വിലക്കപ്പെട്ട വലാവിന്റെ ഒരു വരി പോലും സത്യത്തിൽ അതിൽ ഇല്ല, ഞാൻ അതിന് ഉദ്ദേശിച്ചിട്ടുമില്ല.
എന്റെ വിശ്വാസം ഇന്നമാ വലിയുക്കും അല്ലാഹു റസൂലുഹു എന്ന ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യഥാർത്ഥ സത്യവിശ്വാസികളോട് മാത്രമേ വലാഹ് പുലർത്താൻ പാടുള്ളൂ എന്നതാണ്. ഇനി വലാഹിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ബന്ധം ഒരു വിശ്വാസിയല്ലാത്ത വ്യക്തിയോട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ്? അത് നമ്മൾ പരിശോധിക്കണം. അതാണ് ഞാനൊന്ന് ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. ലാ യൻഹാകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്തവരായ ആളുകളോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടില്ലാത്തവരുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. അൻ തബർറൂഹും, നിങ്ങളവരോട് പുണ്യം ചെയ്യുക എന്നതിനെ, വതുഖ്സിതു ഇലൈഹിം, നിങ്ങളവരിൽ നീതിയിൽ വർത്തിക്കുക എന്നതിനെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അള്ളാഹു നീതി ചെയ്യുന്നവരായ ആളുകളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോ കാഫിരീങ്ങളായ ആളുകളാണെങ്കിൽ പോലും അവരോട് പുണ്യമാകാം, ബിർറ് ആകാം, അവരോട് നന്മയിൽ വർത്തിക്കാം, അവരോട് നീതിപൂർവ്വം വർത്തിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? തഫ്സീർ മുയസ്സർ. ഇപ്പോ മൂസിനെ എഴുതിയത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പരിഭാഷയാണല്ലോ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച്? ലാ യൻഹാകുമുല്ലാഹു അയ്യുൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങളെ അള്ളാഹു വിലക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും മിനൽ കുഫാരി, കാഫിരീങ്ങളിൽ നിന്നും നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരുടെ കാര്യത്തിൽ, ബി സബബി ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ദീൻ കാരണമായിക്കൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരായ ആളുകൾ അല്ലാത്ത ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല എന്നാണ്. വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടില്ലാത്തവരായ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു വിലക്കുന്നില്ല. എന്ത് വിലക്കുന്നില്ല? അൻ തുക്രിമോഹം ബിൽ ഹൈരി, ഹൈറ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ ആദരിക്കുന്നതിനെ. കണ്ടാ, ഹൈറ് ചെയ്തുകൊണ്ട് അത്തരം ആളുകളെ ആദരിക്കുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല. വതഅദിലു ഫീഹിം, നിങ്ങൾ അവരിൽ നീതിയിൽ വർത്തിക്കുന്നതിനെയും വിലക്കുന്നില്ല. ബി ഇഹ്സാനിക്കും ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ ഇഹ്സാൻ, അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരോട് അദലിൽ വർത്തിക്കുന്നതിനെയും അല്ലാഹു വിലക്കുന്നില്ല. വബിർരിക്കും, നിങ്ങളുടെ പുണ്യം ചെയ്യുന്നതിനെയും വിലക്കുന്നില്ല. ബിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യഅദിലൂന, അല്ലാഹു അദൽ ചെയ്യുന്നവരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഫി അഖ്വാലിക്കും വ അഫ്ആലിക്കും, നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നീതി പുലർത്തുന്നവരായ ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അപ്പോ അമുസ്ലിമാണ് എന്നതുകൊണ്ട് അവരോട് എല്ലാ അർത്ഥത്തിലും വിരോധം വെച്ച് പുലർത്തണം എന്നൊരാശയം ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടില്ല. മറിച്ച് നിങ്ങളോട് സ്നേഹത്തിൽ വർത്തിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളോട് അതേ അർത്ഥത്തിൽ തിരിച്ചു പെരുമാറുക എന്നത് നീതിയാണ് എന്നാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. അതൊന്നും ദീനിൽ വിലക്കപ്പെട്ടിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, നിങ്ങൾ ഇനിയും അത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് ഒരിക്കലും അയാളെ പുകഴ്ത്തലോ ബഹുമാനിക്കലോ ഇസ്ലാം വിലക്കിയിട്ടുള്ള വലാഹ് പുലർത്തലോ അല്ല. ഇനി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി പറയുന്നുണ്ട്, ലാ യൻഹാകുമുല്ലാഹു അനിൽ ബിർരി വസിലത്തി, പുണ്യം ചെയ്യുന്നതിനെ അല്ലാഹു വിലക്കുന്നില്ല. വസിലത്തി, കുടുംബബന്ധം ചേർക്കുന്നതിനെ വിലക്കുന്നില്ല. വൽ മുകാഫഅതി ബിൽ മഅറൂഫി, മഅറൂഫായ സദാചാരപരമായ കാര്യങ്ങൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഫലം നൽകുക. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ തിരിച്ചൊരു ഉപകാരം ചെയ്യുക. അങ്ങനെ മുകാഫഅത്ത് ചെയ്യുന്നതിനെയും വിലക്കുന്നില്ല കാഫിരീങ്ങളായ ആളുകളോട്. വൽ ഖിസ്തി ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോട് ഖിസ്ത് നീതി ചെയ്യുന്നതിനെയും വിലക്കുന്നില്ല. മിൻ അഖാരിബിക്കും, ഏത് മുശ്രിക്ക്? നിങ്ങളോട് കുടുംബബന്ധമുള്ളവായ ഒരു മുശ്രിക്കിനോട് ഖിസ്ത് നീതി ചെയ്യുന്നതിനെയും അള്ളാഹു വിലക്കുന്നില്ല. വഗൈരിഹിം, നിങ്ങളോട് കുടുംബബന്ധമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ അവരോട് നീതിയിൽ വർത്തിക്കുന്നതിന് വിലക്കുന്നില്ല. ഹൈതു കാനു ബിഹാലിൻ ലയൻതസിബു ലിഖിതാലിക്കും, എന്ന് വെച്ചാൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ ശത്രുവിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാത്ത ഒരു പശ്ചാത്തലത്തിൽ, അങ്ങനെ ചെയ്യുന്നവരോട് ബന്ധമില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകളോടോ അവന് സഹായികളായി വർത്തിക്കുന്നവരോടോ ഈ തരത്തിലുള്ള ബന്ധം പാടില്ല. അല്ലാത്തവരാണ് എങ്കിൽ അവരോട് മുകാഫഅത്ത് ചെയ്യാം, കുടുംബബന്ധം ചേർത്താം, പുണ്യം ചെയ്യാം. അതൊന്നും അള്ളാഹു വിലക്കിയിട്ടില്ല എന്നാണ് ഈ ആയത്തിൽ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലാഗ് എന്താണ്?
അത് ഖുർആൻ വ്യക്തമായ തൊട്ടു താഴെ വിശദീകരിക്കുന്നുണ്ട്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, നിങ്ങളോട് നിങ്ങളുടെ മതകാര്യത്തിൽ യുദ്ധം ചെയ്യുന്നവരായ ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു നിങ്ങളെ വിലക്കുന്നത്. വഅഖ്റജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്തവരുടെ കാര്യത്തിലാകുന്നു അള്ളാഹു വിലക്കുന്നത്. വലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സഹായിക്കുന്നവരായ ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു തആല വിലക്കുന്നത്. എന്താ പാടില്ല എന്ന് അള്ളാഹു തആല വിലക്കിയത്? അൻ തവല്ലൗഹും, നിങ്ങൾ അവരോട് വലാഹ് പുലർത്തുന്നതിനെയാണ് വിലക്കിയിട്ടുള്ളത്. അപ്പൊ ആരോടാ വലാഹ് പാടില്ലാത്തത്? ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ശത്രുക്കളായി കാണുന്ന, മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് തവല്ലൗഹും, അവരോട് വലാഹ് പുലർത്തുന്നതിനെയാണ് അല്ലാഹു തആല വിലക്കുന്നത്. വമൻ യതവല്ലഹും, ആരാണോ അവരോട് വലാഹ് പുലർത്തുന്നത് എങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ കടുത്ത അക്രമികളാകുന്നു. അപ്പൊ അതാണ് അക്രമം. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളോട് ആത്മബന്ധം പുലർത്തുന്നതിനെയാണ് ദീനുൽ ഇസ്ലാമിൽ എതിർത്തിട്ടുള്ളത്. എന്നാൽ ഒരു മുസ്ലിം അമുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം അയാളെ ഒരു ശത്രുവിനെ പോലെ കാണുകയോ അയാളെ ഉപദ്രവിക്കുകയോ അയാളെ ദ്രോഹിക്കുകയോ ചെയ്യുന്നതിന് പകരം അയാളുമായി ബന്ധപ്പെട്ട നല്ല ബന്ധങ്ങൾ നിലനിർത്തണം എന്നതാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. അത് ദീന് വിലക്കിയിട്ടില്ല. ദീന് വിലക്കിയ കാര്യം എന്താ? ഏത് കാഫറാണെങ്കിലും ശരി അയാളോട് വലാഹ് പുലർത്തലാണ്. അത് വിശദീകരിച്ചത് എങ്ങനെയാണ്? ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ബിസബബിദ്ദീനി, ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും വഅഖ്റജൂകും മിൻ ദിയാരികും, നിങ്ങളെ ഭവനങ്ങളിൽ പുറത്താക്കുകയും വഅബനു അൽ കുഫാറ അലാ ഇഖ്റാജികും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി കാഫിരിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നവരായ ആളുകളുടെ വിഷയത്തിലാണ്, അവരുടെ വിഷയത്തിൽ മാത്രമാണ് അല്ലാഹു തആല നിങ്ങൾ വിലക്കിയിട്ടുള്ളത്. എന്ത്? അൻ തവല്ലൗഹും ബിന്നസ്റതി വൽ മവദ്ദതി, അവരോട് സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായത്തിലും നിങ്ങൾ വർത്തിക്കാൻ പാടില്ല. വമൻ യത്തഖിദുഹും അൻസാറൻ, അവരെ ആരെങ്കിലും സഹായികളായി സ്വീകരിച്ചാൽ അലൽ മുഅ്മിനീന, വിശ്വാസികൾക്കെതിരെ വഅഹ്ബാബൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി സ്വീകരിച്ചാൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികൾ. ലിഅൻഫുസിഹിം, അവരോട് തന്നെ അക്രമം ചെയ്തവരാണവർ. അൽ ഖാരിജൂന അൻ ഹുദൂദി ദീനി, ദീനിന്റെ ഹദ്ദുകളിൽ നിന്നും പുറത്തു ചാടിപ്പോയവരാകുന്നു അവർ. അപ്പൊ ദീനിന്റെ ശത്രുക്കളോട്, കാഫിരീങ്ങൾപ്പെട്ട ദീനിന്റെ ശത്രുക്കളോട് വലാഹ് പുലർത്തുന്നതിനെയാണ് ദീനുൽ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ മുയസ്സർ പറയുന്നു. ഇമാം സഅദി വിശദീകരിക്കുന്നതാണ് പറയുന്നത്. അൻ തവല്ലൗഹു എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ വലിയാക്കുക എന്ന് പറഞ്ഞാൽ ബിൽ മവദ്ദതി, സ്നേഹബന്ധം കൊണ്ട്, വന്നുസ്റതി, സഹായം കൊണ്ട്, ബിൽ ഖൗലി വൽ ഫീലി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സഹായിക്കുക. അങ്ങനെ ഒരു ബന്ധം, ഒരു മവദ്ദത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് പാടില്ല. അമ്മാ ബിർരിക്കും വ ഇഹ്സാനിക്കും, എന്നാൽ നിങ്ങൾ അവരോട് പുണ്യം ചെയ്യുക, ഇഹ്സാൻ ചെയ്യുക എന്നത് അല്ലദീ ലൈസ ബിതവല്ലിൻ ലിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോടുള്ള മുവാലാത്ത് അല്ല, മുവാലാത്ത് അല്ലാത്ത നിലയിൽ, അവരോടുള്ള ഇസ്ലാം വിലക്കിയിട്ടുള്ള മുവാലാത്ത് അല്ലാത്ത നിലയിലുള്ള ഇഹ്സാനും ബിർറും ഫലം യൻഹകുമുല്ലാഹു അൻഹു, അങ്ങനെ ചെയ്യുന്നതിന് അല്ലാഹു തആല വിലക്കിയിട്ടില്ല. ബൽ, മറിച്ച് ദാഖിലുൻ ഫീ ഉമൂമിൽ അംരി, കൽപ്പനയുടെ ആമിൽപ്പെട്ടതാകുന്നു അത്. അതായത് ഇഹ്സാൻ ചെയ്യാം എന്നുള്ളത് അള്ളാന്റെ കൽപ്പനയാണല്ലോ. മാതാപിതാക്കന്മാരോട് അവർ കാഫിരീങ്ങളാണെങ്കിലും ഇഹ്സാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അത്തരം ഇഹ്സാനിന്റെ ഉമൂമിൽപ്പെട്ടതാണ് എന്ത്? ഈ പറഞ്ഞ കാര്യം. ഇലൽ അഖാരിബി വഗൈരിഹിം, നമ്മളോട് അടുത്ത കുടുംബ ബന്ധമുള്ളവരായ ആളുകളോട് ഇഹ്സാൻ ചെയ്യണം. അവൻ മുശ്രിക്കാണെങ്കിലും കാഫറാണെങ്കിലും ആരാണെങ്കിലും ശരി. മിനൽ ആദമീന, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളോട് അടുത്തവരായ, നിങ്ങളോട് കുടുംബബന്ധമുള്ളവരായ ആളുകളോട് നിങ്ങൾ സ്നേഹത്തിൽ വർത്തിക്കണം. അതായത് അവരോട് ഇഹ്സാനിൽ വർത്തിക്കണം, അവർക്ക് പുണ്യം ചെയ്യണം എന്നുള്ള കൽപ്പനയുടെ ഭാഗമാണിത്. എന്നാൽ ദീനിന്റെ ശത്രുക്കളായി തീർന്നവരായ ആളുകളാണെങ്കിലോ അവരോട് ഈ തരത്തിലുള്ള ബന്ധം പാടില്ല. അപ്പൊ രണ്ടു തരം ബന്ധമാണ്. ഈ രണ്ടു തരം ബന്ധത്തെക്കുറിച്ചാണ് വളരെ കൃത്യമായി, സംശയരഹിതമായി സൂറത്ത് മുംതഹിനൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ തത്വത്തിന് എതിരായി വല്ല വാചകവും ഞാൻ എഴുതിയിട്ടുള്ള കവിതയിൽ ഉണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുവാൻ ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളായ ആളുകളോട് മുവാലാത്തും സ്നേഹബന്ധവും പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളോട് പോരടിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളോട് പാടില്ല എന്നാണ്. അതിനെയാണ് ഖുർആൻ വിലക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾക്ക് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയും അവരെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഫാഷിസ്റ്റ് ശക്തികളുണ്ട് ഇവിടെ. അത്തരം ഫാഷിസത്തിന് എതിരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഇവിടുത്തെ മുസ്ലിമീങ്ങളായ ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് ഈ രാജ്യത്ത് സമാധാനപൂർണമായി ജീവിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഇതിലേതിലാണത് പെടുക? നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ തിരിച്ച് സംസാരിച്ചാൽ അയാളോട് ആ നിലക്കൊരു ഇഷ്ടം ഒരാൾക്കുണ്ടായാൽ അത് ഇസ്ലാം വിലക്കിയിട്ടുള്ള മഹബത്തിൽ പെടൂല, ഇസ്ലാം വിലക്കിയിട്ടുള്ള മവാലാത്തിൽ പെടുകയില്ല. മറിച്ച് തബഈയായ ഒരു മുവാലാത്തിലാണ് പെടുക. മനുഷ്യന്റെ തബഈയായ പ്രകൃതിദത്തമായ ഒരു മുവാലാത്തിലാണ് പെടുക. അല്ല, പ്രകൃതിദത്തമായ ഒരു ഇഷ്ടത്തിലാണ് പെടുക. ഇഷ്ടം രണ്ടു തരമാണ്. ഒന്ന് ആദർശപരമായ ഇഷ്ടം, അഖീദാപരമായ ഇഷ്ടം. അത് ഈമാനുള്ളവരായ ആളുകളോട് മാത്രമേ ആ ഇഷ്ടവും സ്നേഹവും ഒരാൾക്കുണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ അതല്ലാത്ത നിലക്ക് പ്രകൃതിദത്തമായി മനുഷ്യന് ഒരു ഇഷ്ടം ഉണ്ടാകും. മാതാപിതാക്കന്മാരും ഇഷ്ടമുണ്ടാവും, മക്കളോട് ഇഷ്ടമുണ്ടാവും, ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം ഇഷ്ടമുണ്ടാവും. അത്തരം ഇഷ്ടങ്ങളൊക്കെ പ്രകൃതിപരമായ ഒരു ഇഷ്ടമാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ അങ്ങോട്ട് തിരിച്ചുപകാരം ചെയ്യണം എന്ന് തോന്നുന്നത് ഒരു ഇഷ്ടത്തിന്റെ ഭാഗമാണ്. ഒരു ഡോക്ടർ, അയാൾ മുസ്ലിം അല്ലാത്ത ഡോക്ടറാണ്, നമുക്ക് നല്ല ചികിത്സ തന്നു, അയാൾ നല്ല ഡോക്ടറാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, ഇസ്ലാം വിലക്കിയിട്ടുള്ള മഹബത്തിലോ മുവാലാത്തിലോ പെടുന്ന സംഗതിയല്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ലാ യുംനഉ അയ്യകൂന ബൈനൽ മുസ്ലിമി വബൈന മുഅയ്യനി മിനൽ കുഫാർ. നിർണിതമായ കാഫിര്യങ്ങൾപ്പെട്ട ഒരു നിർണിതമായ വ്യക്തിയും മുസ്ലിമും തമ്മിൽ ഉണ്ടാകുന്നത് പാടില്ലാത്തതല്ല. എന്ത്? മഹബ്ബതൻ ഫിത്രിയതൻ, പ്രകൃതിപരമായ ഒരു ഇഷ്ടം. ലിസബബിമ്മ, ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാരണത്താൽ. ഇമ്മാലി ഖറാബത്തിൻ, ഒന്നുകിൽ അടുത്ത കുടുംബത്തിൽപ്പെട്ടവനാവുക, ഔ നസബിൻ, അല്ലെങ്കിൽ ജന്മബന്ധമുണ്ടാവുക, ഔ മുസാഹറത്തിൻ, അതല്ലെങ്കിൽ കെട്ടുബന്ധമുണ്ടാവുക, ഔ സിലത്തിൻ, അല്ലെങ്കിൽ കുടുംബബന്ധമുണ്ടാവുക, വ ഇഹ്സാനിൻ, നന്മയുണ്ടാവുക. ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്തിന്റെ ഭാഗമായി മുസ്ലിം അല്ലാത്ത ഒരാളോട് ഒരാൾക്ക് ജന്മസിദ്ധമായ ഫിത്രത്തിലുള്ള ഒരു ഇഷ്ടം ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പാടില്ലാത്തതിൽ പെട്ടതല്ല. ഔ നഹ്വ ദാലിക് മഅ ബഖാഇൽ ബറാഅതി മിൻ ദീനിഹി, ആ ഇഷ്ടപ്പെടപ്പെടുന്ന വ്യക്തിയുടെ ദീനിന്റെ കാര്യത്തിൽ പൂർണ്ണമായ ബറാഅത്ത് നിലനിർത്തിക്കൊണ്ട്, മഅ ബഖാഇൽ ബറാഅതി മിൻ ദീനിഹി വൽ മുആദാതി ലഹു ഫീഹി, അയാൾ വിശ്വസിച്ചു വെച്ചിരിക്കുന്ന ദീനിന്റെയോ ആദർശത്തിന്റെയോ കാര്യത്തിൽ പരിപൂർണമായി അയാളെ തള്ളിപ്പറയുകയും അയാളുടെ എതിർ പ്രകടിപ്പിക്കുകയും അയാളെ ദീനിൽ നിന്ന് പരിപൂർണമായി മുക്തമായി നിൽക്കുകയും ചെയ്തുകൊണ്ട് നമ്മളോട് ഈ തരത്തിലുള്ള ബന്ധമുള്ള ഒരാൾക്ക് ഫിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്നേഹം തിരിച്ചു നൽകിയാൽ അത് ദീൻ വിലക്കിയിട്ടുള്ള കാര്യത്തിൽ പെട്ടതല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം നടക്കുന്ന കാലഘട്ടത്തിൽ, തുടക്ക കാലഘട്ടത്തിൽ അതിഭയങ്കരമായ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും മുസ്ലിമീങ്ങൾ വളരെ വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്തപ്പോ 11 പേരടങ്ങുന്ന ഒരു സംഘത്തെ, ആ സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ഖറജ്തും ഇലാ അർളിൽ ഹബശ, നിങ്ങൾ അബസീനിയയിലേക്ക് പോവുകയാണെങ്കിൽ, ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലമു ഇൻദഹു അഹദുൻ, അവിടെ ഒരു രാജാവുണ്ട്, ആ രാജാവ് ഉള്ള സ്ഥലത്ത് ആരും ദ്രോഹിക്കപ്പെടുകയില്ല. വഹിയ അർളു സിദ്ഖിൻ, അത് സത്യത്തിന്റെ നാടാകുന്നു. ഹത്താ യജഅലല്ലാഹു ലക്കും ഫറജൻ, നിങ്ങൾക്ക് അവിടെ ഒരു തുറവി അല്ലാഹു തആല ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞു. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? നജ്ജാശി രാജാവിനെ കുറിച്ചാണ്. അബസീനിയയിലെ രാജാവായിരുന്ന ക്രിസ്ത്യാനിയായ രാജാവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നല്ല നീതിമാനായ രാജാവാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും ദ്രോഹിക്കപ്പെടുകയില്ല, അങ്ങനെയുള്ള നാടും ഭരണാധികാരിയുമാണ്, ആ നാട്ടിലേക്ക് നിങ്ങൾ പോയിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു വിടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനിയായ രാജാവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് അഭയാർത്ഥികളായി പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചു കൊടുത്തു. മാത്രമല്ല ആ രാജാവിന്റെ
മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഇത് പറഞ്ഞത് കുറ്റകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലല്ലേ? കാഫിരീങ്ങളോട് വലാ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളത് കൽപ്പിച്ചത് റസൂലല്ലേ? ആ കൽപ്പനയ്ക്ക് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് ഈ നിയാഫ് ബിൻ ഖാലിദ് അടക്കമുള്ളവർ പറയുമോ? ഞങ്ങൾക്കതൊന്നും അറിയണം. നിങ്ങൾ ഈ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതേപോലെ തന്നെ കാഫിരീങ്ങളായ ആളുകളോട് ഇഷ്ടം പുലർത്തുന്നതിനെ പറ്റിയും നമുക്ക് ഖുർആനിൽ വ്യക്തമായി മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അധികം സ്നേഹത്തിൽ വർദ്ധിച്ച ആളാണ് അബൂ താലിബ്. റസൂലുള്ളാഹിന്റെ മതപ്രബോധനത്തിൽ ഏറ്റവും വലിയ ശത്രുത ഉണ്ടായപ്പോ ഏറ്റവും വലിയ സഹായിയായി നിന്ന ആളാണ് അബൂ താലിബ്. റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനായ അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അബൂ താലിബ് മരിച്ചു പോകുന്ന കാഫറായി മരിച്ചു പോവുകയാണ്. അപ്പോ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടണമെന്ന് അങ്ങേയറ്റം കൊതി ആഗ്രഹം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അത് ഖുർആൻ തന്നെ പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവനെ നിനക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല എന്നാ. മനസ്സിലായില്ലേ? ഇന്നക ലാ തഹ്ദീ, നീ ഹിദായത്തിലേക്ക് നയിക്കുകയില്ല. മൻ, ഒരുത്തനെ, അഹ്ബബ്ത, നീ ഹുബ്ബ് പ്രകടിപ്പിച്ച, നിനക്ക് ഇഷ്ടമുള്ള. അതായത് അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ഇഷ്ടമുണ്ട്. കാരണം എന്താ? ഒന്ന് കുടുംബ ബന്ധത്തിൽ ഉള്ള ആളാണ്, രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സഹായിച്ച ആളാണ്. ആ നിലക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമുണ്ട് എന്നതുകൊണ്ട് എന്താകാൻ പറ്റില്ല? അവരെ ഹിദായത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കുന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബ് എന്ന മുശ്രിക്കിനോട് ഹുബ്ബ്, ഇഷ്ടമുണ്ടായി എന്നത് വലാഹിനെതിരാണോ? ഇസ്ലാം വിലക്കിയിട്ടുള്ള കാഫറിനോട് വലാ പുലർത്താൻ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ള ഈ പറയുന്ന വിലക്കപ്പെട്ട വലായിൽ അത് പെടുമോ? ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിലക്കപ്പെട്ട മഹബത്തിൽപ്പെട്ടതല്ല, വിലക്കപ്പെട്ട വലായിൽപ്പെട്ട കാര്യമല്ല. തിൽക്കൽ മഹബ്ബത്തു മഹബ്ബ തബീഇയ്യ ലിഖറാബതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബുമായിട്ടുണ്ടായിരുന്ന കുടുംബ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തബഈയായ പ്രകൃതിപരമായ ഒരു ഇഷ്ടമാകുന്നു അത്. ആ ഇഷ്ടം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട്, അയാൾ കാഫിറാണെങ്കിലും ഉണ്ടായാൽ അത് ദീനിന്റെ വലാഹിനെ, ദീൻ വിലക്കിയിട്ടുള്ള വലാഹിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല, പ്രകൃതിപരമായ ഒരു സംഗതിയാകുന്നു അത്. ഇനി അജാസ് അല്ലാഹു നിക്കാഹൽ കിതാബിയത്തി, കിതാബിയത്തിൽപ്പെട്ട, അതായത് അഹ്ലു കിതാബിൽപ്പെട്ട യഹൂദികളുടെയും ക്രിസ്ത്യാനികളെയും പെട്ട അവരുടെ കൂട്ടത്തിലെ പെൺമക്കൾ അഥവാ മുഹ്സിനീങ്ങളായ അവരുടെ കൂട്ടത്തിലെ പെൺകുട്ടികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് ദീൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ദീൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ വ്യക്തിയുടെ കീഴിൽ ക്രിസ്ത്യാനിയായിക്കൊണ്ട് യഹൂദിയായിക്കൊണ്ട്, യഹൂദി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അങ്ങേയറ്റം നിരോധിച്ചിട്ടില്ല, അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ള, അവരുടെ അഖീദയും വിശ്വാസത്തെയും കഠിനമായി വിമർശിച്ചിട്ടുള്ള ഖുർആൻ. അങ്ങനെയുള്ള കാഫിരീങ്ങളായ ഒരു വ്യക്തിക്ക് മുസ്ലിമായ മനുഷ്യന്റെ കീഴിൽ ഭാര്യയായി നിൽക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ. എന്താണ് ആ സ്നേഹബന്ധം? അമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറഞ്ഞില്ലേ, ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു, ആ ഇണകൾ തമ്മിൽ പരസ്പര ഇഷ്ടവും സ്നേഹവും ഉണ്ടാക്കി തന്നു. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ ഇഷ്ടവും സ്നേഹവും ഉണ്ടാവും. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യയായ ഒരു യഹൂദിയോ ക്രിസ്ത്യാനിയോ വന്നു കഴിഞ്ഞാൽ അവിടെയോ ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം എന്താണ്? ദീനിയായ ഇഷ്ടമല്ല, വിശ്വാസപരമായ ഇഷ്ടമല്ല, മറിച്ച് അതൊരു തബഈയായ പ്രകൃതിപരമായ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇഷ്ടം ഒരാളിൽ ഉണ്ടായി എന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള വലായിൽപ്പെടുന്ന സംഗതിയല്ല. അപ്പൊ ഇവിടെ രണ്ട് സംഗതി ഉണ്ടായി. ഒന്നെന്താണ്? പ്രകൃതിപരമായ ഇഷ്ടവും വിശ്വാസപരമായ ഇഷ്ടവും. വിശ്വാസപരമായ ഇഷ്ടം എന്ന് പറയുന്നത് അത് വിശ്വാസികളോട് മാത്രമേ പാടുള്ളൂ. ലാ യംതനിഉ അൻ തജ്തമിയ അൽ അദാവത്തു ദീനിയ മഅൽ മഹബ്ബത്തി തബീഇയ്യ ലിഅന്ന മൗരിദൽ അംറൈൻ മുഖ്തലിഫ്. ഇവിടെ ഒരു കാഫിറായ വ്യക്തിയെ പ്രകൃതിപരമായി സ്നേഹിക്കുക എന്നതും അയാളോട് മതപരമായ നിലക്ക് എതിർപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കുക എന്നതും രണ്ടും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് സമ്മേളിക്കുക എന്നുള്ളത് പറ്റാത്തൊരു സംഗതിയല്ല. അതായത് ഇത് രണ്ടും ഒരേ സമയത്ത് ഉണ്ടാവും. ഒരാളുടെ ഭാര്യയായി വരുന്ന യഹൂദിയ ക്രിസ്ത്യാനിയോ ആകട്ടെ, അവരോട് വിശ്വാസപരമായി 100% വിയോജിക്കുകയും എന്നാൽ ഭാര്യ എന്ന നിലക്കുള്ള സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്നത് ദീനിൽ വിലക്കപ്പെട്ട സംഗതിയേ അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതിന് വിരുദ്ധമായി എന്താണ് എന്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ഈ പ്രചാരണം നടത്തുന്നവരായ ആളുകൾ തന്നാൽ വലിയ ഉപകാരമാണ്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തോടുകൂടി അത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവണതയും എന്റെ വാചകത്തിലൂടെ വന്നിട്ടില്ല. ഒരു
ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ കവിതാരൂപത്തിലാക്കുക എന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിലേതെങ്കിലും വ്യക്തിയോട് വലാവ് പുലർത്തണമെന്നോ ഇസ്ലാം വിലക്കിയിട്ടുള്ള മഹബത്ത് പുലർത്തണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. മറിച്ച് ഒരു വ്യക്തി നമ്മളോട് ഇങ്ങോട്ടൊരു ഗുണം ചെയ്താൽ അതിന് അതേപോലെ തിരിച്ചും ഉപകാരം ചെയ്യുക, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട് ഉപകാരം ചെയ്യുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്തരം പ്രോത്സാഹനം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ദീൻ വിലക്കിയ കാര്യമാണ് എന്ന് എനിക്ക് ഇന്നേ തീയതി വരെ തോന്നിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അവരൊന്നും വ്യക്തമാക്കി തരണം എന്ന് വളരെ വിനയപുരസം ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിന്റെ ഭാഗമായി നിൽക്കുവാനും ഹക്കിന്റെ അവകാശികളായി ജീവിക്കുവാനും ഹക്കനുസരിച്ച് മരിച്ചു പോകുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.